Hello all, myself Naufal. Welcome to my channel. നമ്മുടെ സെക്കൻഡ് സെമിസ്റ്ററിലെ ഏതാനും ചില പോർഷൻസ് ഓൺലൈൻ മാധ്യമത്തിലൂടെ നിങ്ങൾക്ക് കൈമാറുക, അതിലൂടെ ഡിസ്കസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതും അതോടൊപ്പം തന്നെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും കൂടി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മാധ്യമമായി ഓൺലൈൻ വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് സെമിസ്റ്ററിലെ സൈഡ്ഗേസ്റ്റ് എന്നുള്ള കോമൺ കോഴ്സിലെ റെഫ്യൂജി ബ്ലൂസ് എന്നുള്ള പോമാണ്. അത് ഫോർത്ത് മൊഡ്യൂളായ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ആ ഒരു സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം. റെഫ്യൂജി, ദ വേർഡ് മീനിങ് ഇറ്റ് സെൽഫ് ഈസ് അഭയാർത്ഥി. അതായത് നമുക്ക് അറിയാം, ഒരുപാട് സംഭവ വികാസങ്ങൾ ലോകത്തിൻ്റെ ഇൻ എവറി നുക്ക് ആൻഡ് കോർണർ ഓഫ് ദി വേൾഡ് വി ക്യാൻ ഹിയർ, വി ക്യാൻ സീ ത്രൂ the medias that there are increasingly a lot of incidents that is happening around the world which is affecting the poor people. അപ്പോൾ ഇതിൽ റെഫ്യൂജി എന്നുള്ള അർത്ഥം അഭയാർത്ഥി, ആൻഡ് ബ്ലൂസ് മീൻസ് ലാമെൻറ്റിംഗ് സോങ്, എ സോങ് ഓഫ് ലാമെൻറ്റേഷൻ, എ പെയിൻഫുൾ സോങ്. അപ്പോൾ അഭയാർത്ഥി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം, റോഹിംഗ്യൻ അഭയാർത്ഥികൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ജൂത അഭയാർത്ഥികൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഫലസ്തീനിൽ ഒരുപാട് അഭയാർത്ഥികൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹ്യൂമൻ റൈറ്റ്സ് ഒരു ഇറ്റ് കംസ് അണ്ടർ ദി പർവ്യൂ ഓഫ് ദി ഹ്യൂമൻ റൈറ്റ്സ്. ഈ ഒരു അഭയാർത്ഥികൾക്ക് ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു ഡിക്റ്ററ്റോറിയൽ റൂളേഴ്സ് ആർ കമ്മിങ് ഇൻ എവറി പാർട്ട് ഓഫ് ദി വേൾഡ്. ഒരു പവർ കിട്ടിയാൽ എന്തുമാവാം എന്നുള്ളൊരു അവസ്ഥയിൽ അവർ കാട്ടിക്കൂട്ടുന്ന ഒരുപാട് ചേക്കൂത്തുകൾ നമുക്ക് ഇൻ എവറി പാർട്ട് ഓഫ് ദി വേൾഡ് വി ക്യാൻ സീ. അപ്പോൾ അത്തരം ഒരു അവസ്ഥയായിരുന്നു ജർമ്മനിയിൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ആ ഒരു ടൈമിൽ നമുക്ക് കാണാൻ ഇടയായിട്ടുള്ളത്. നമുക്കറിയാം, ഹിറ്റ്ലർ, മുസോളിനി ഇവരൊക്കെ ഒരു ഡിക്റ്ററ്റോറിയൽ റൂളേഴ്സ് ആയിരുന്നു. ഇവരൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തോട് ഇങ്ങനെ പൊരുതി അവരെ എക്സ്ക്ലൂഡ് ചെയ്യണം, അവരെ പൂർണ്ണമായും നിരാലംബരാക്കണം, അവരെ വേറെ പാർട്ടിയിലേക്ക് പറഞ്ഞയക്കണം, അതിലുപരി അവരെ സ്ലോട്ടർ ചെയ്യണം, മർഡർ ചെയ്യണം എന്നുള്ള ഒരു കിരാതമായ ഉദ്ദേശം അവരുടെ എല്ലാം മനസ്സിൽ ഉണ്ടായിരുന്നു. അത് ഇവിടെ നടപ്പാക്കുകയും ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ദ ഹ്യൂമൻ റൈറ്റ്സ് ഹാവ് ബീൻ വയലേറ്റഡ്. അതുപോലെ തന്നെ ഒരു ഇഷ്യൂ ആണ് നമ്മുടെ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ഇഷ്യൂ. കാലാകാലങ്ങളായി മ്യാൻമറിൽ താമസിച്ചു വരുന്ന, അവരുടെ ആ ഒരു കൾച്ചറിൽ ഊന്നിയ ഒരു ജീവിതം നയിച്ചു വന്നിരുന്ന ഒരു വിഭാഗമാണ് റോഹിംഗ്യ മുസ്ലിങ്ങൾ. അവരെ അവിടുത്തെ ഡിക്റ്ററ്റോറിയൽ റൂളേഴ്സ് നമ്മുടെ മതത്തിന് പറ്റില്ല, നമ്മുടെ രാഷ്ട്രത്തിന് ഇവർ ഉതകുന്നതല്ല എന്നുള്ള ഒരു പ്രജുഡൈസോട് കൂടി, എന്നുള്ള ഒരു ഫാൾസ് മുൻവിധിയോടുകൂടി അവർ ഈ ഒരു ജനവിഭാഗങ്ങളെ പുറത്താക്കപ്പെടുകയാണ്. യാതൊരു കാരണങ്ങളുമില്ലാതെ ഒരുപാട് ഇല്ലാത്ത കഥകൾ മെനഞ്ഞുകൊണ്ട്, അവർ ഫാൾസ് സ്റ്റോറീസ് മെനഞ്ഞുകൊണ്ട് അവരെ പുറത്താക്കപ്പെടുകയാണ്. നമുക്ക് കാണാം, പിന്നെ മീഡിയാസിലൊക്കെ കാണാം അവരുടെ ആ ഒരു പ്ലൈറ്റ്. നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് സിമ്പത്തൈസ് ചെയ്യണം അവരോട്. അപ്പം അവരുടെ ഒരു അവസ്ഥ, പിഞ്ചു കുഞ്ഞുങ്ങൾ, ജനിച്ച് വീണ പിഞ്ചു കുഞ്ഞുങ്ങളെ അവർ ജനിച്ച ഉടനെ തൊട്ടിലാക്കി ഇങ്ങനെ കൊണ്ടുപോവുക, പിന്നെ വൃദ്ധരായ ജനങ്ങളെ തോളിലേറ്റി കൊണ്ടുപോകുന്നു. അതിനൊന്നും ഒരു സമയം കൂടി കൊടുക്കാതെ, ഒരു നിമിഷം കൂടി കൊടുക്കാതെ അവർ പറഞ്ഞ ടൈമിൽ തന്നെ അവർ വിധികൾ ഇറക്കിക്കൊണ്ട്, പുതിയ നിയമങ്ങൾ ഇറക്കിക്കൊണ്ട് അവർ ആട്ടിയോടിപ്പിക്കപ്പെടുകയാണ് അവരുടെ രാജ്യത്തിൽ നിന്നും. അവർ ഒരു എക്സ്ക്ലൂഡഡ് വിഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട്.
നമുക്ക് ഡയറക്റ്റ് ഈ ഒരു പോയത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരാം. ഈ ഒരു പോയത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലേക്ക് വരാം. ഈ ഒരു പോയത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറാണ്. റെഫ്യൂജി ബ്ലൂസിൻ്റെ W.H. ഓഡനാണ് ഇതിൻ്റെ ഓതർ. അപ്പോൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, ഹിറ്റ്ലർ, മുസോളിനി ഇവരൊക്കെ ജ്യൂസിനെ പുറന്തള്ളപ്പെടുക, ജ്യൂസിനെ ജർമ്മനിയിൽ നിന്നും പോളണ്ടിൽ നിന്നും വേറെയുള്ള രാജ്യത്തിലേക്ക് അടിയൊടിക്കപ്പെടുക, അല്ലെങ്കിൽ നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അവരെ പറഞ്ഞേക്കുക, എന്നിട്ട് അവിടെ വെച്ച് സ്ലോട്ടർ ചെയ്യുക, ശ്വാസം മുട്ടിക്കുക, സഫോക്കേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം പതിയെ റൂൾസ് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇവരെങ്ങനെ പതുക്കെ ഭൂമുഖത്തിൽ നിന്നും അണ്ടർമൈൻ ചെയ്യുക, ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഈ ഒരു ബ്ലഡ് ലൈൻ ഇവിടെ നിലനിൽക്കരുത് എന്നാണ്, അവരുടേതല്ലാത്തൊരു ബ്ലഡ് ലൈൻ ഇവിടെ നിലനിൽക്കരുത് എന്നുള്ള കിരാതമായ ലക്ഷ്യമാണ് ഈ ഒരു സ്വേച്ഛാധിപതികൾക്ക് ഉള്ളത് എന്ന് നമുക്ക് ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ നമുക്കറിയാം റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ വളരെ ഡിക്റ്ററ്റോറിയലായിട്ട് അവർ ഭൂമുഖത്ത് നിന്നും ഒഴിവാക്കുകയാണ്, മ്യാൻമറിൽ നിന്നും. അപ്പോൾ അവരെ ഒരു ഹ്യൂമാനിറ്റേറിയൻ, അവർക്കൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസ് പോലും കൊടുക്കാതെ അവരെ ഇല്ലാതാക്കുകയാണ്. അവർ വിളിക്കുന്ന പേര് ഇറ്റ് ഈസ് എ വെരി പെജോറേറ്റീവ് ടേം. അതായത് അവരെ റോഹിംഗ്യൻസ് എന്ന് പോലും വിളിക്കാൻ ഇവർ തയ്യാറല്ല. അവരെ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബംഗാളികൾ ഇവിടെ നിന്ന് പോകണമെന്നാണ് ഈ ഒരു റൂളേഴ്സ്, മ്യാൻമറിലെ റൂളേഴ്സ് ഇവരെ പറഞ്ഞേക്കുന്നത്. അപ്പം അത്തരം ഇഷ്യൂസ് ആണ് ഈ ഒരു പോയത്തിൽ. ഈ പോയത്തിൽ മെയിനായിട്ട് ജ്യൂസിൻ്റെ ഇഷ്യൂസാണ്, ജൂതന്മാർ ത്രൂ ഔട്ട് യൂറോപ്പ്. Even though in a broader sense it talks about refugees everywhere around the world, it is particularly mentioning the Jews around the യൂറോപ്പ് എന്നുള്ള ആ ഒരു ഭൂഖണ്ഡത്തിലെ, ആ ഒരു കോണ്ടിനെൻറ്റിലെ ജ്യൂസിനെയാണ് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി author's biography. The W.H. Auden. The main peculiarity of him is that he lived during 2 world wars, and he lived during the modernist period, where the rejection of art was there, complete disappearance of spirituality was there. People had no belief in God. People lost faith in God. All the people looked into the science as a solution for every aspects of the life. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥാവിശേഷമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. വാർ ആൻഡ് സഫറിങ് ഈസ് അനദർ തീം, ആൻഡ് ഹിസ് മെയിൻ കമ്മിങ് ഇൻ ടു ഹിസ് മെയിൻ വർക്ക്സ്, his main work that was in memory of W.B. Yeats. അദ്ദേഹത്തെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയാണ്. 1940 ഇത് പബ്ലിഷ് ചെയ്തത്. അതിൽ പോയട്രി മേക്സ് നത്തിങ് ഹാപ്പൻ എന്നുള്ളൊരു കോട്ട് അദ്ദേഹം ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് പോയട്രി ഒന്നും ഈ ഒരു ലോകത്ത് സൃഷ്ടിക്കുന്നില്ല എന്നല്ല, പോയട്രി കൊണ്ട് ചില ഉപയോഗങ്ങൾ പ്രത്യക്ഷത്തിലില്ലെങ്കിലും പരോക്ഷത്തിലുണ്ട് എന്നുള്ള ഒരു തീമാണ് ഇതിൽ പറയുന്നത്. പിന്നെയുള്ള വർക്കാണ് September 1, 1939. Its theme is Nazis' invasion of Poland. Then Shield of Achilles. In it he discusses a glorious contrast between glorious past and the brutal present. And next work is Unknown Citizen. It is about the citizens' poor plight, the miseries faced by the poor people. And coming into the our poem, Refugee Blues, it was published in 1939 in a song collection called 10 Songs. The main themes of this poem are, first one is anti-Semitism. What is anti-Semitism? That is, the Nazis had a particular opposition towards the Jew people, and this is called anti-Semitism. And
Why Nazis? What are the opinions of Nazis to expel the Jews, poor Jews, from their country? The first main opposition was that they argued that they are the Atlantic slave traders. They are helping the slave they are helping the bosses to have slaves. They are assisting the slaves and gives all the facilities in order to uh, hand over the slaves. And another opinion, another argument as far as Nazis is concerned against Jew was that they are killing the Christian people, and they are drinking the blood of these Christians. Actually, it is false. There is no such practice. There was no such practice prevalent in those times. In every time, and these false accusations made them vulnerable to these attacks by Nazis. And the next is xenophobia. That means some kind of fear of strangers in their nation itself. And violation of human rights come, sense of loss, sense of belongingness, a type of sense of harmlessness, and dispossession. They are being dispossessed every part of their kith, and they are dispossessed their homelands, their kith and kins, their families, their belongings, etc., so on and so forth. And another theme is that the ethnic cleansing of the whole Jew tribe. Ethnic cleansing, they are completely devastated, they are completely undermined from the face of the Poland, from the face of the German. They are not looking into their eyes, but they are slaughtering them. They are not giving them the humanitarian assistance anywhere and every part of the world. And there was also a moral ambiguity as far as they are concerned, and mindless slaughters and prejudices were there. uh, Looking into the the author, Auden was not a Jew, but he wrote about the plight of the Jews in a very sympathetic manner, that he identifies himself as a sufferer, so that he can experience what the Jews, what the other fellow human beings, that my friends have felt their sorrows. In order to undermine their sorrow, he came his opinion. He brought his opinion through his poetry, through his poems, in order to eye open the eyes of the authorities. That was the main concern. That was the main motto as far as Auden is concerned. W.H. Auden is concerned. Another fact was that his friends, he was greatly influenced by T.S. Eliot, the author of Wasteland. T.S. Eliot was also a modernist author, and T.S. Eliot, he was his friend, and also Ezra Pound, and these both literary persons greatly influenced him. But the fact was that they were against his opinion. They were completely against Auden. While Auden completely opposed to fascism and Nazism, T.S. Eliot and Ezra Pound favored fascism and Nazism. They supported fascist and Nazist practices, and this was a great fact. And um, coming to another themes of the poem, that that
that is disappearance of sonnet and iambic pentameter in this poem. That is, a sonnet we know and iambic pentameter we know, and sonnet and iambic pentameter was not there, arguing that it is not suitable for a modernist poetry. It is not accounting with the speed of the time. That was the main argument of these fastest growing industries are not in accordance with these practices. That was the main opinion of these modernist authors, and such practices disappeared as the earlier poets practiced. And coming into the poem, let's directly come into the poem and discuss each and every aspects. Let's recite once. It is in the page number 70 of your textbook, maybe. And say, this city has 10 million souls. The author is saying that, Auden is saying that, say, this city has 10 million souls. Here, the 10 million souls is an example for a poetic figure of speech, that is synecdoche. It means a part represents a whole. That these 10 million souls represent the whole people of the New York. The city here mentioned is New York. That he complains that none of the people in the New York is not sympathizing with them, with the poor Jew. That they are not seeing the suffering of the poor as suffering of themselves. ഇത്രയും ആളുകൾ നമ്മുടെ ജർമ്മനിയിൽ ഇങ്ങനെ ഈ ജൂത വിഭാഗങ്ങളുടെ ആ ഒരു ഇഷ്യൂസിൽ ഇങ്ങനെ ജൂത വിഭാഗങ്ങളുടെ ഇഷ്യൂസ് ഇങ്ങനെ നടക്കുമ്പോൾ ഇവരുടെ സഫറിങ്സിനോട് ഒരു ദയയും അനുകമ്പയും കാണിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അത് അവർ കാണാത്ത പോലെ നടിക്കുകയാണ്. ദേ ആർ ലെഫ്റ്റ് ഇറ്റ് അൺബ്ലൈൻഡ്, ദേ ലെഫ്റ്റ് ഇറ്റ് blind. They left it blind. That is the opinion of Auden. Some are living in mansions and some are living in halls. Mansions means palace. കുറച്ച് ആളുകൾ മണിമാളികകളിലും മറ്റു ചില ആളുകൾ ചെറ്റക്കുടിലുമാണ് ജീവിക്കുന്നതെന്നാണ്. അതായത് പല പല ജനവിഭാഗങ്ങളും ഉണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിൽ. there are rich and poor people in this world. Yet there is no place for us, my dear. Yet there is no place for us. Even though in ന്യൂയോർക്കിൽ ആ ഒരു ചെറ്റക്കുടിലിൽ താമസിക്കുന്ന ആ ഒരു സൗകര്യമെങ്കിലും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അവിടെയെങ്കിലും പോയി താമസിക്കാമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. Once we had a country and we thought it fair. Look in the atlas and you will find it there. We can't go there now, my dear. We can't go there now. ആദ്യം നമുക്കൊരു കിടപ്പാടമുണ്ടായിരുന്നു. ആദ്യം നമുക്കൊരു ജീവിക്കാനൊരു രാജ്യം എന്നുള്ള ഒരു സേഫസ്റ്റ് പ്ലേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു സ്ഥലവും ഇല്ലാതായിരിക്കുന്നു. ബട്ട് യു ക്യാൻ സീ ഇൻ ദ അറ്റ്ലസ്. നമുക്ക് ഭൂമിയുടെ ആ ഒരു മാപ്പ് പരിശോധിച്ചാൽ മനസ്സിലാകും. It still exists there. But if in reality it doesn't exist. It is only in the atlas. We can't go there now, my dear. We can't go there now. The village churchyard, there grows an old yew. Every spring it blossoms anew. Old passports cannot do that, my dear. Old passports cannot do that. Here there is a comparison between nature and culture. പ്രകൃതിയും സംസ്കാരവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. എവറി സ്പ്രിങ്സ് ഇറ്റ് ബ്ലോസംസ് അന്യൂ. വില്ലേജ് ചർച്ച് യാർഡിലേക്ക് പോയാൽ നമുക്ക് അവിടെ ഒരു യൂ ട്രീയെ കാണാം. അത് എല്ലാ വർഷവും പുതുതായി ബ്ലോസം ചെയ്യുന്നു. Old passports cannot do that, my dear. Old passports cannot do that.
ആ ഒരു ട്രീക്ക് പുതിയ വർഷങ്ങളിൽ ഇങ്ങനെ ബ്ലോസം ചെയ്യാൻ പറ്റുമെങ്കിലും പക്ഷേ ഈ ഒരു പാസ്പോർട്ടിന് അങ്ങനെ കഴിയില്ലല്ലോ. അതായത് ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസ് ഇല്ലാതായിരിക്കുന്നു. അതായത് പാസ്പോർട്ട്സിനൊന്നും ഒരു വിലയും ഇല്ലാതായിരിക്കുന്നു. അങ്ങനെ ഓൾഡ് പാസ്പോർട്ട്സ് ഒന്നും ഇങ്ങനെ ബ്ലോസം ചെയ്യാൻ പറ്റില്ലല്ലോ. എ നേച്ചർ വേഴ്സസ് കൾച്ചർ ബൈനറി ഈസ് ദർ ഇൻ ദിസ്. The consul banged the table and said, "If you have got no passport, you are officially dead. But we are still alive, my dear, but we are still alive." The consul means an official who is handling the issues of the country. ഒഫീഷ്യൽ ടേബിൾ മേൽ തട്ടിയിട്ട് പറയാണ്, എന്ത്, നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഒഫീഷ്യലി ഡെഡാണ്. You are equal to the dead people, and but we are still alive, my dear. But we are still alive. Here, my dear is constantly repeated. That I forgot to say in the beginning. That my dear is the addressee of the poem. Addresser is addressing his dear ones who have died due to the prosecution of the Nazis. അപ്പം ഒരാളോട് അദ്ദേഹത്തിൻ്റെ ഭാരം ഇറക്കി വെക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ സങ്കടമൊക്കെ ഇറക്കി വെക്കുകയാണ്. അത് പ്രിയതമനോ പ്രിയതമയോ ആണ്. Went to a committee, they offered me a chair, asked me politely to return next year. But where shall we go today, my dear? But where shall we go today? അപ്പം ഒരു ഒഫീഷ്യലിൻ്റെ അടുത്ത് പോയപ്പോൾ ഇവരെ റിജക്റ്റ് ചെയ്തു. They said that you are officially dead, you have no place here, you are equal to dead. Then with the hope of further hope for the life, they approached a committee. ആ കമ്മിറ്റിയിൽ ചെന്നപ്പോൾ അവരൊരു ചെയർ ഓഫർ ചെയ്തു. ഇവിടെ ഒരു പണ്ണ് രൂപത്തിലാണ്, ഒരു ദ്വയാർത്ഥം. യഥാർത്ഥത്തിൽ ആ ഒരു ചെയറിന് ദ്വയാർത്ഥമാണുള്ളത്. അവർ ഇവരെ സ്വീകരിക്കുന്നു എന്നല്ല, വാം ആയിട്ട് വെൽക്കം ചെയ്യുന്നു എന്നല്ല, അവരെ റിജക്റ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയിലാണ് ഇവരുള്ളത്. അപ്പം ഇവിടെ ഒരു ഐറോണിക്കലായിട്ട് ഇവരെ റിജക്റ്റ് ചെയ്യാണ്. Came to a public meeting. The speaker got up and said, "If we let them in, they will steal our daily bread." He was talking of you and me, my dear. He was talking of you and me. പിന്നെ ഒരു പബ്ലിക് മീറ്റിങ്ങിലേക്ക് ഇവർ പോവാണ്. അപ്പം അവിടുത്തെ ഒരു സ്പീക്കർ എഴുന്നേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദേ വിൽ സ്റ്റീൽ അവർ ഡെയിലി ബ്രെഡ്. നമ്മുടെ എല്ലാ ഭക്ഷണങ്ങളും, നമ്മുടെ എല്ലാ സാമഗ്രികളും ലൂട്ട് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇവർ മോഷ്ടിക്കുന്നവരാണ് എന്നുള്ള ഒരു അർത്ഥമാണ് ഇതിലുള്ളത്. ഹിയർ ഡെയിലി ബ്രെഡ് ഓൾസോ മീൻ the Bible, connotation of the Bible. They are going against Bible. Jews go against Bible എന്നാണ് ഇവിടെ പറയുന്നത്. ഇവരുടെ അഭിപ്രായത്തിൽ നാസികളുടെ, അതായത് പബ്ലിക് ഓഫീസിൽ പോയപ്പോൾ ഇവിടെ റിജക്റ്റ് ചെയ്യപ്പെടാണ്. ഇവർ നമ്മളെ കശാപ്പ് ചെയ്യുന്നവരാണ്, നമ്മളെ സാധനങ്ങൾ കട്ടെടുക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പൂർണ്ണമായും നെഗ്ലക്റ്റ് ചെയ്യാണ്. ആൻഡ് ഫസ്റ്റ് പറഞ്ഞല്ലോ, ഇവർ ക്രിസ്ത്യാനിറ്റിക്കെതിരെ തിരിയുന്ന ആളുകളാണ് എന്നാണ് നാസികളുടെ അഭിപ്രായം. ആ ഒരു അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്യാണ് ഇവരെല്ലാവരും. ആ ഒരു പ്രജുഡൈസാണ് ഇവരുടെയൊക്കെ മൈൻഡിലുള്ളത്. ഒരു നാസികളുടെ മൈൻഡിലുള്ളത് ജ്യൂസ് ആർ അഗെയിൻസ്റ്റ് ക്രിസ്ത്യാനിറ്റി എന്നുള്ള ആ ഒരു ബിലീവ് കൊണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഒഫീഷ്യൽസ് എന്തെങ്കിലും പറഞ്ഞാൽ അവർ അതേപോലെ തന്നെ വിശ്വസിച്ച് ഇവർ അങ്ങനെയുള്ള ഒരു ജനവിഭാഗങ്ങളാണ് എന്ന് മുദ്ര കുത്തപ്പെടുകയാണ് ജ്യൂസിന്. Thought I heard the thunder rumbling in the sky. It was Hitler of the Europe saying they must die. Oh, we were in his mind, my dear. Oh, we were in his mind.
Then speaker is happening to the speaker happened to hear a thunder. ആകാശത്തിൽ നിന്നും ഒരു ഇടിമുഴക്കം സ്പീക്കർ കേൾക്കുകയാണ്. അത് എന്താണെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് സ്പീക്കറിന് മനസ്സിലായത് അത് ഒരു ഇടിയായിരുന്നില്ല, അത് ഇടി വെട്ടുകയായിരുന്നില്ല, അത് ഹിറ്റ്ലറിൻ്റെ വജ്രായുധങ്ങൾ ശബ്ദിക്കുന്ന ആ ഒരു കോലാഹലം, ആ ഒരു ശബ്ദമാണ് നമുക്ക് ആകാശത്തിൽ നിന്നും ഇടിമുഴക്കമായിട്ട് നമ്മൾ കേൾക്കുന്നത് എന്നാണ് സ്പീക്കർ പറയുന്നത്. അപ്പം അവരുടെ മനസ്സിലൊക്കെ ഇവർക്ക് ഇൻഫീരിയർ, വെരി വെരി ഇൻഫീരിയർ പൊസിഷനാണുള്ളത്. ഹിറ്റ്ലറിൻ്റെയും മുസോളിനിയുടെയും ഇവരുടെയൊക്കെ മനസ്സിൽ ഹിറ്റ്ലറിനെ അവിടെ എടുത്തു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊക്കെ ഇവർക്ക് ഇൻഫീരിയർ പൊസിഷൻ, അവർ ചവിട്ടിയരക്കപ്പെടേണ്ടവരാണ് എന്നാണ് ഈ ഒരു ലൈനിലൂടെ ഹിറ്റ്ലറിൻ്റെ ആ ഒരു ഒപ്പീനിയൻസ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളതെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. Saw a poodle in a jacket fastened with a pin. Saw a door opened and a cat let in. But there weren't German Jews, my dear, but there weren't German Jews. Then the speaker happened to see some sights that were somebody was carrying a poodle in a jacket. ഒരു poodle means a breed of dog. ഒരു നായ്ക്കുട്ടിയെ എടുത്തുകൊണ്ടുപോകുന്ന ഒരു സീന് കാണാണ്. വേറൊരു സ്ഥലത്ത് ഒരു പൂച്ചയെ വീടിൻ്റെ അകത്ത് സേഫാക്കി വെക്കുകയാണ് വീട്ടുകാർ. പക്ഷേ ഇവർക്ക് ആ ഒരു സ്ഥാനമില്ലല്ലോ, ജൂതന്മാർക്ക് ആ ഒരു സ്ഥാനമില്ലല്ലോ എന്നോർത്ത് ഇവർ വിഷമിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയതമയോട് പറയാണ്, അല്ലെങ്കിൽ പ്രിയതമനോട് പറയാണ്, ഈ ഒരു പൂച്ചക്കും പട്ടിക്കുമുള്ള സ്ഥാനം പോലും നമുക്ക് ഈ ഒരു ലോകത്ത് ഇല്ലല്ലോ, നമുക്ക് ഈ ഒരു ജർമ്മൻ ജ്യൂസിന് ഇല്ലല്ലോ. അവർ ജർമ്മൻ ജ്യൂസല്ല, അതുകൊണ്ട് അവർ നമുക്ക് അഭയം തരുന്നില്ല, അതുകൊണ്ട് അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നില്ല. അതാണ് ഈ ഒരു ലൈനിലൂടെ പറയുന്നത്. ഒരു അനിമൽ ഇമേജറിയാണ്, ഫസ്റ്റ് അനിമൽ ഇമേജറി ഈ ഒരു പാരഗ്രാഫിലാണ് വരുന്നത്. Then went down the harbor and stood in the quay, saw the fish swimming as if they were free. Only 10 feet away, my dear, only 10 feet away. Then അവർ ഒരു ഹാർബറിലേക്ക് പോവാണ്. അവരുടെ ക്വേ മീൻസ് നമ്മൾ ഒരു മെറ്റൽ സർഫേസ്, കപ്പലിലേക്കൊക്കെ കയറുമ്പോൾ ആ ഒരു മെറ്റൽ സർഫേസ്, ആ ഒരു സർഫേസിൽ നിന്നാണ്ട് ഇവർ ഫിഷസിനെ വാച്ച് ചെയ്യണം. ഫിഷസിനുള്ള ഫ്രീഡം പോലും ഇവർക്കില്ലല്ലോ. ഫിഷസ് നെതർ അനിമൽ ഇമേജറിയാണ്. അതായത് ഫിഷസ് ഓൺലി 10 feet away, ഒരു 10 മീറ്റർ അപ്പുറത്താണ് ഈ ഒരു ഫിഷസ് ഉള്ളത്. ആ ഒരു ഫിഷസ് ചാടി കളിക്കുന്ന, ആർത്തുല്ലസിക്കുന്ന ആ ഒരു ഫ്രീഡം പോലും ഇവർക്കില്ലല്ലോ എന്നോർത്ത് ഇവർ സങ്കടപ്പെടുകയാണ്. Walked through a wood, saw the birds in the trees, they had no politicians, and sang at their ease, there weren't human rights, my dear, there weren't human rights. പിന്നെ അവർ പോകുന്നത് ഒരു കാട്ടിലേക്കാണ്. ആ കാട്ടിൽ എന്താ കാണുന്നത് വെച്ചാൽ ഒരുപാട് പക്ഷികൾ സല്ലപിക്കുന്നത്, പക്ഷികൾ പാട്ട് പാടുന്നത്. അപ്പം ഇതിലും ഒരു അവരുടെ ഒരു ആനന്ദം പോലും ഇവർക്കില്ലല്ലോ. ഇവർക്ക് പൂർണ്ണമായും ഫ്രീഡം നിഷേധിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു തീമാണ്, ആ ഒരു വസ്തുതയാണ് ഓദർ ഇതിലൂടെ കൊണ്ടുവരുന്നത്. ദേ വെറന്റ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യരല്ലാത്തത് കൊണ്ട് അവർക്ക് ചാടി കളിക്കാൻ കഴിയുന്നു എന്ന് ഓർത്ത് നമുക്ക് സമാശ്വസിക്കാം എന്നാണ് ഇതിലൂടെ പറയുന്നത്. ആൻഡ് ദേ ഹാഡ് നോ പൊളിറ്റീഷ്യൻസ് ആൻഡ് sang at their ease. Then dreamed I saw a building with 1,000 floors, 1,000 windows and 1,000 doors. Not one of them was ours, my dear, not one of them was ours. പിന്നെ അവർ ഒരുപാട് സ്ക്രൈപ്പേഴ്സ് ബിൽഡിങ്സ് ഇതൊക്കെ കാണാണ്. ഒരുപാട് ബിൽഡിംഗ് സമുച്ചയങ്ങൾ, കൊട്ടാരങ്ങൾ ഇതൊക്കെ കാണുമ്പോഴും ഇതൊന്നും നമുക്ക് വിധിച്ചതല്ല എന്നോർത്ത് അദ്ദേഹത്തിൻ്റെ പ്രിയതമയോട് അല്ലെങ്കിൽ പ്രിയതമനോട് പറയാണ്, മൈ ഡിയർ. Stood on a great plain in the falling snow, 10,000 soldiers marched
to and fro, looking for you and me, my dear, looking for you and me. പിന്നെ അവർ ഒരു ഹില്ലിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് ഒരുപാട് സോൾജിയേഴ്സ് ഇങ്ങനെ ദേവർ ലോയിറ്ററിങ് ഇൻ ഓർഡർ ടു ലൂട്ട് ദി ജ്യൂസ്. അതായത് അവർ നമ്മുടെ എതിരാളികളാണ്. സോൾജേഴ്സിൻ്റെ മനസ്സിൽ ജൂതന്മാർ ദേ ആർ ദി ഒപ്പണൻസ് ബിക്കോസ് ദേ ഹാവ് ബീൻ ഓർഡേർഡ് ടു സ്ലോട്ടർ ദം വൺസ് ദേ ഹാവ് സീൻ ഓർ to bring them into the camps, concentration camps, in order to slaughter them. Officials have ordered them to bring them into the utmost miseries. That is the opinion of that is the main opinion of the speaker that is being mentioned in these lines. So we can see in a broader term it is full of miseries. It is discussing the miseries of the Jews all over the Europe, and they have not given any humanitarian assistance. They are brutally killed upon. Coming into the structure of the poem contains 36 lines with 12 tercets. ആകെ 36 ലൈൻസ് ആണുള്ളത്, 12 ടേർസെറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 ലൈൻസ് കോമ്പിനേഷൻ. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ 2 ലൈൻസ് കപ്ലറ്റാണ്. റൈം സ്കീം ഈസ് എ ബി. ദാറ്റ് ഈസ് the first line combines with the second line, rhymes with the second line. That we can see here. The first line itself, souls halls. In the second stanza, fare there. Third stanza, you and you, so on and so forth. It rhymes. But look at the third line of every stanzas, that souls halls us, fare there now, you and you that, said dead alive, cheer here today, so on and so forth. അതായത് തേർഡ് ലൈന് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അത് ജ്യൂസിൻ്റെ ഒരു സഫറിങ്ങിനെയാണ് കാണിക്കുന്നത്. ബട്ട് ഫസ്റ്റ് ടു ലൈൻസ് ഓഫ് എവറി സ്റ്റാൻസ ആർ കപ്പിൾഡ്. ദാറ്റ് there will be people who have no suffering, but there are people who have suffering. That is third line being portrayed here. Then coming into the meter of the poem is written in blank verse. That is, there is no verse. Free വേഴ്സിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. Every people a layman can read that. Every people will read and grasp it very quickly, the message of the poem. And there is a sing-songy feel that when we read those rhyming words, that is souls halls us. Us is not rhyming with the previous mentioned lines, but fare there now is not combining with the rhyme scheme of there and fare. So there is a sing-songy feeling. There is a sing-songy feeling when we read the poem. Sing-songy meaning, sing-songy feeling. And this third line is not. We said that this third line do not rhymes with the first two lines. It is off kilter. It is known as off kilter. And this is all about the poem Refugee Blues. If you have any doubts, you comment or you contact me. Okay, thank you everybody.